JFK ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മുടെ സുരേഷ് ഗോപി 1.5 കൊല്ലത്തിന് ശേഷം തിയേറ്ററിൽ നിറഞ്ഞാടിയ ചിത്രമാണ് ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള. പല വിവാദങ്ങൾ കൊണ്ടും ഈ ചിത്രം നേരത്തെ തന്നെ പ്രേക്ഷകർ കാണണം എന്ന് പ്രതീക്ഷിച്ചാൽ ഒരു സുരേഷ് ഗോപി ചിത്രത്തിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഈ ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. തീപ്പൊരി ഡയലോഗുകൾ, സുരേഷ് ഗോപിയുടെ ചില സംഭാഷണങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ഒന്നൊന്നര ഡയലോഗ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പവറുണ്ട്. അത് സുരേഷ് ഗോപിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സുരേഷ് ഗോപിയുടേതായ നമ്മളെ ചിന്താമണി കൊലക്കേസൊക്കെ കണ്ടിട്ടില്ലേ, അതേ രീതിയിലുള്ള പാറ്റേൺ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, കൈയടിക്കുന്ന രീതിയിൽ, രോമാഞ്ചം വരുന്ന രീതിയിൽ ഈ ചിത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രവീൺ നാരായണൻ എന്ന സംവിധായകന് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ, സുരേഷ് ഗോപിയുടെ പേര് ഡേവിഡ് ആബേൽ ഡോണോവൻ. എന്ത് പവറായില്ലേ പേരിന്. സുരേഷ് ഗോപിയുടെ ചില മിക്കവാറും പേരുകളൊക്കെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള പേരുകളാണ്. സുരേഷ് ഗോപിയുടെ ചിത്രങ്ങളിലെ പേരുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയ കഥാപാത്രത്തിന് ഒരു പവറുണ്ട് പേരിന്. ഈ പേരും കൊള്ളാം. അതുപോലെ തന്നെ സുരേഷ് ഗോപി ഓരോ സമയത്തും വരുന്നതും ഒക്കെ ആ BGM ഒക്കെ ഇട്ട് ഒന്നൊന്നര വരവ് തന്നെയാണ്. അതുപോലെ വക്കീൽ വേഷത്തിൽ സുരേഷ് ഗോപി വന്നിറങ്ങുമ്പോൾ തിയേറ്ററിലൊന്ന് പ്രകമ്പനം കൊള്ളിക്കും. അതുപോലെ ഒരു കോർട്ട് റൂം ഡ്രാമ, അതിനകത്ത് ഈ കോടതി രംഗങ്ങളെല്ലാം തന്നെ സൂപ്പറായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഒരു പുതുമുഖ സംവിധായകനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വേറെ മടങ്ങി കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപി വളരെ നാളിന് ശേഷം, 1.5 കൊല്ലത്തിന് ശേഷം മലയാള സിനിമയിൽ വീണ്ടും വന്നത് വെറുതെ ആയിട്ടില്ല എന്ന് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നുന്നു. ഈ സുരേഷ് ഗോപി ചിത്രങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് കൈയടിക്കാൻ അല്ലെങ്കിൽ രോമാഞ്ചം ഉണ്ടാക്കാൻ, അടിപൊളി ഡയലോഗ്, അതുപോലെ ആക്ഷൻ ഒക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപി ചിത്രങ്ങളാണ് എനിക്ക് എപ്പോഴും താല്പര്യം. അല്ലാതെ ഒരു കുടുംബ ചിത്രങ്ങളിൽ സുരേഷ് ഗോപി അഭിനയിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കതിനോടുള്ള താല്പര്യത്തെക്കാൾ കൂടുതൽ ഇതൊക്കെ തന്നെയാണ്. ഈ ഡയലോഗ് എന്ന് പറയുന്ന ഒരു ബോംബ് പോലൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ പതിക്കുക എന്ന് പറയുന്ന ആ ലെവൽ സാധനം ഈ ചിത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം സുരേഷ് ഗോപി കുറച്ച് നാളായിട്ട് പുറത്ത് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ പത്രക്കാരോടും അതൊക്കെ ഇതുമായിട്ട് ചേർന്ന് പോകുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ ആ കോർട്ടിലെ കോടതി രംഗങ്ങളിലെ സുരേഷ് ഗോപിയുടെ ആ പവറും ആ സുരേഷ് ഗോപിയുടെ പ്രകടനവും നിറഞ്ഞ കൈയടിയോടെ തന്നെ സ്വീകരിക്കാൻ പറ്റും. മറ്റൊരു വ്യക്തിയാണ് അനുപമ പരമേശ്വരൻ. അനുപമ പരമേശ്വരൻ വളരെ നാളിന് ശേഷമാണ് മലയാളത്തിലൊരു പടം വന്നത്. എനിക്ക് തോന്നുന്നു വേണ്ട വിധം അനുപമയെ തിലകൻ പറയുന്ന പോലെ വേണ്ടത്ര ആളിനെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്ന പോലെ വേണ്ടത്ര അനുപമ പരമേശ്വരനെ മലയാള സിനിമ പ്രയോജനപ്പെടുത്തിയില്ല എന്ന് തോന്നുന്നു. കാരണം തിരിച്ചുവരവ് വളരെ ഗംഭീരമായിട്ടുണ്ട്. ഒരു മീറ്റർ പിടിച്ച് തന്നെയാണ് അനുപമയുടെ കഥാപാത്രം സഞ്ചരിച്ചിരിക്കുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ആകെപ്പാടെ പാളും. പക്ഷെ അതൊന്നും സംഭവിക്കാതെ മികച്ച ഒരു പ്രകടനം, എനിക്ക് തോന്നുന്നു മികച്ച ഒരു കഥാപാത്രമായിട്ട് അനുപമ നിറഞ്ഞാടിയൊരു ചിത്രം കൂടിയാണ് ഈ ചിത്രം. പിന്നെ ഇതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം മികച്ച നിലവാരം പുലർത്തിയിരുന്നെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതുപോലെ നമുക്ക് എടുത്തു പറയേണ്ടത് അഷ്കർ അലിയുടെ കഥാപാത്രവും മികച്ചായിട്ട് നിന്നു. പിന്നെ ബൈജു, ജയൻ ചേർത്തലയുടെ കഥാപാത്രം കോടതി നമ്മൾ ടീച്ചറിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് കഥാപാത്രം. അദ്ദേഹവും മികച്ച രീതി കൈകാര്യം ചെയ്തു. അതുപോലെ എടുത്തു പറയേണ്ട വേറെ ഒരു പേരെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ കൂടെ വക്കീലായിട്ട് വേഷിട്ട് സ്തുതി എന്ന് പറയുന്ന വ്യക്തി മികച്ചൊരു കഥാപാത്രം. അത് സുരേഷ് ഗോപി പ്രസൻറ്റ് ചെയ്യുന്ന വേറെ രീതി, ആ കുട്ടി പ്രസൻറ്റ് ചെയ്യുന്ന വേറെ രീതി, ചിരിച്ചുകൊണ്ടൊക്കെ വളരെ കൂളായിട്ട് സുരേഷ് ഗോപിയുടെ ഒപ്പം നിൽക്കുന്നൊരു കഥാപാത്രമായിട്ട് അത് നിറഞ്ഞാടി എന്നുള്ളതാണ്. ശ്രുതി രാമചന്ദ്രൻ എന്നാണ് തോന്നുന്നു ആ കഥാപാത്രം മികച്ചു നിൽക്കുന്നു, ഒരു അഡ്വക്കേറ്റായിട്ട്.
അതുപോലെ യദു കൃഷ്ണനുമൊക്കെ നിറഞ്ഞാടി. ഇതിനിടയിൽ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് വന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല മാധവ് സുരേഷിന് പ്രധാനപ്പെട്ട ഇനിയും റോളാണ് ഇതെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അദ്ദേഹത്തിന് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചില പാളിച്ചകൾ പറ്റി. സുരേഷ് ഗോപിയുടെ നിഴലിൽ നിന്ന് മാറേണ്ട സമയമായിരിക്കും. സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കരുതെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മാധവ് സുരേഷിനെ അല്പം കൂടെ നന്നാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പം ബാക്കി എല്ലാ കഥാപാത്രങ്ങളും മികച്ചു നിൽക്കുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ്. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു വക്കീൽ വേഷത്തിൽ ചിന്താമണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വരവുണ്ട് മോനെ, അവർ 1.5 വരവാ. തിയേറ്ററിൽ മികച്ച പ്രതികരണം തന്നെയാണ് ഈ ചിത്രത്തിന് കിട്ടുന്നത്. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ യാതൊരുവിധ ലാഗും ഉണ്ടാക്കാത്തൊരു ചിത്രമാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എന്താണ് സംഭവിച്ചത് ട്വിസ്റ്റും ഒക്കെ ആയിട്ട് മുന്നേറുന്ന കാഴ്ച, ഒരു ത്രില്ലർ കാണുന്നൊരു പ്രതീതി തന്നെ ഈ ചിത്രത്തിന് തരാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോർട്ടിലെ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ വലിയ പാടുള്ള കാര്യമാണ്. നമ്മൾ നേര് കണ്ടായിരുന്നു, അതുപോലെ ചിന്താമണി കൊലക്കേസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ചെറിയ പാളിച്ച പോലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ചിത്രം ആകെപ്പാടെ പോകുന്ന ഒരു ഇതാണ്, ഒരു നൂൽപ്പാലം കണക്കാണ് ഈ കോടതി രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുകയും അത് ചെറിയ പാളിച്ച പറ്റി കഴിഞ്ഞാൽ പോയി. ആ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ ഈ പ്രവീൺ നാരായണൻ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത് ഭദ്രമായിരുന്നു. അതുപോലെ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ ഇവരൊക്കെ അഭിനയിക്കുന്ന ചിത്രം. പിന്നെ എടുത്തു പറയേണ്ടത് എല്ലാം ഈ ചിത്രത്തിലെ എല്ലാ രംഗങ്ങളും പ്രത്യേകിച്ച് ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഇത് ലാഗൊന്നും അടുപ്പിക്കാതെ കണ്ടുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ഹാഫിനേക്കാൾ മികച്ചു നിന്നു സെക്കൻഡ് ഹാഫ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു മികച്ച ചിത്രം കണ്ട പ്രതീതി. പിന്നെ ഈ വിവാദങ്ങൾ ഈ ചിത്രത്തെ എനിക്ക് തോന്നുന്നു വിവാദങ്ങൾ ഈ ചിത്രത്തിന് ഒരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഹൈപ്പങ്ങ് കൂടി അത് തിയേറ്ററിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. എന്താണ് ഈ ചിത്രം പറഞ്ഞേക്കുന്നത് എന്നറിയാനുള്ള താല്പര്യം ആദ്യ ഷോയ്ക്ക് തന്നെ വന്ന് കയറിയവരുടെ മനസ്സിൽ കണ്ടു. പക്ഷേ ഇതിനകത്ത് അങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നമുണ്ടല്ലേ, വിവാദത്തിന് വേണ്ടി ഒരു വിവാദം ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നത്. ജാനകി വിദ്യാധരൻ എന്ന് വരുന്ന പേര് മാത്രമാണ് ഇതിനകത്തൊരു പ്രശ്നമായിട്ടൊക്കെ വരുന്നത്, അല്ലാതെ വേറെ എന്തുണ്ട് പ്രശ്നം? അതുപോലെ സുരേഷ് ഗോപി വളരെ നാളിന് ശേഷം നമുക്ക് സുരേഷ് ഗോപി എങ്ങനെ കാണാൻ പറ്റുന്നോ ആ രീതിയിൽ, എങ്ങനെ കണ്ടിഷ്ടപ്പെടുന്നു ആ രീതിയിൽ തന്നെ സുരേഷ് ഗോപി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ രീതി, സ്റ്റൈല്, എന്നോടൊന്നും മിണ്ടരുത് എന്നൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേക സ്റ്റൈലുണ്ട്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. അത് ആ തിയേറ്ററിൽ നിന്ന് കൃത്യമായിട്ട് ഈ സിനിമയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മൾ പഴയ ചിത്രങ്ങൾ ചിന്താമണിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അത് ബോറടിപ്പിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. നിറഞ്ഞ കൈയോടെ ഈ ചിത്രം പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെല്ലാം ചിത്രം പോയി കാണുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.